ഇന്ന് സകല പരാജയങ്ങൾക്കും കാരണം മനുഷ്യർ തോറ്റുകൊടുക്കുവാൻ തയ്യാറാകുന്നില്ല. പകരം ഹൃദയത്തിൽ പകയും വിദ്വേഷവും അഹങ്കാരവും വച്ചു പുലർത്തുന്നവരായി തീർന്നിരിക്കുന്നു. ആരും കീഴ്പ്പെടുവാൻ തയ്യാറാകുന്നില്ല. ഞാൻ എന്തിനു കീഴ്പ്പെടണം എന്നാണ് ഇങ്ങനെയുള്ളവർ ചിന്തിക്കുന്നത്. ഒന്ന് തോറ്റുകൊടുത്താൽ തീരുന്നതേ ഉള്ളൂ സകല പ്രശ്നങ്ങളും. എന്നാൽ ആർ തോറ്റുകൊടുക്കും എന്നതാണ് ചോദ്യം. സാത്താൻ്റെ ആത്മാവാണ് നമ്മിൽ വസിക്കുന്നതെങ്കിൽ നാം അവൻ്റെ സ്വയം എന്ന ഭാവവും വഹിച്ച് തോൽക്കാൻ മനസ്സില്ലാതെ നടക്കും. എന്നാൽ കർത്താവിൻ്റെ ആത്മാവാണ് നമ്മിൽ വസിക്കുന്നതെങ്കിൽ നമ്മുടെ മിത്രമായാലും ശത്രുവായാലും അവൻ്റെ മുൻപിൽ നാം തോറ്റുകൊടുക്കുവാൻ തയ്യാറാകും. കാരണം നമ്മുടെ അരുമനാഥനായ യേശു തോറ്റുകൊടുത്ത ജയാളിയാണ്. കാരണം യേശുവിൽ വസിച്ചിരുന്നത് പിതാവായ ദൈവത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. നമ്മിൽ വസിക്കുന്നത് ദുരാത്മാവാണെങ്കിൽ ആരോടും ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ നമ്മുടെ ഹൃദയം സ്നേഹത്താൽ നിറയും, എല്ലാവരോടും ക്ഷമിക്കുകയും ചെയ്യും. സ്നേഹം എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 7-ാമത് വചനം. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നു: സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയോടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവീൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാമത് വചനം. പട്ടാളത്തിൽ ചേരുമ്പോൾ ഒരു നിയമമുണ്ടത്രേ. ശത്രുവിനെ നേരിടുന്നതിന് മുൻപ് കൂടെയുള്ള പട്ടാളക്കാരന് പരിക്കുകൾ പറ്റുകയാണെങ്കിൽ അവനെ ആദ്യം രക്ഷിക്കണമെന്ന്. അതുപോലെ നാം നമ്മുടെ സഹോദരന്മാരോട് ആദ്യം നിരപ്പാകണം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി. മത്തായി സുവിശേഷം 18-ാം അധ്യായം 15-ാമത് വചനം. നാം പാപത്തിൽ വീണവരെ യഥാസ്ഥാനപ്പെടുത്തണം. ഒരുത്തൻ പാപം ചെയ്താൽ നീ ചെന്ന് നിരപ്പാക്കണം. എന്തുകൊണ്ട് കലഹം? ആരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? എന്താണ് തർക്കം? തലയിൽ സ്വയം എന്ന അല്ലെങ്കിൽ ഞാനെന്ന ഭാവം കയറിയാൽ വിട്ടുവീഴ്ച ചെയ്യുവാൻ സാധ്യമല്ല. വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ഞാനാണ് എന്ന് തീരുമാനിച്ചാൽ കലഹങ്ങൾ അവിടെ തീരാവുന്നതേ ഉള്ളൂ. അധികം ലഭിച്ചവനോടാണ് ദൈവം അധികം ചോദിക്കുന്നത്. അതുകൊണ്ട് ഞാനാണ് ആദ്യം വിട്ടുവീഴ്ച ചെയ്യേണ്ടതെന്ന് നാം തീരുമാനിക്കുക. അന്ന് റബ്ബിമാരുടെ കാലഘട്ടത്തിൽ 7 തവണ ക്ഷമിച്ചാൽ മതിയായിരുന്നു. പത്രോസ് ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന്. യേശു പറഞ്ഞു, 7 വട്ടമല്ല 70 വട്ടമെന്ന്. അതായത് ജീവിതം മുഴുവനും ക്ഷമിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു. പഠിപ്പിക്കുക മാത്രമല്ല, ശത്രുക്കൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ പരമയാഗമായി മാറിയപ്പോൾ സ്വർഗത്തിലെ പിതാവിനോട് ഇങ്ങനെ അപേക്ഷിച്ചു: ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈ സ്നേഹത്തിൻ്റെ ആത്മാവാണ് നമ്മിൽ പരിവർത്തിക്കേണ്ടത്. ഈ ആത്മാവാണ് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസിൽ വ്യാപരിച്ചത്. ഈ ആത്മാവ് നമ്മിൽ വ്യാപരിക്കട്ടെ. മനുഷ്യരുടെ മുൻപിൽ നമുക്ക് തോൽക്കുവാൻ കഴിയും, ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ജയിക്കുവാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി
നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.